ഉത്തർപ്രദേശ് സംസ്ഥാനത്തിന്റെ ഭരണം ഇവിടെ തീരുന്നുവെന്നും ഇവിടെ മുതൽ രാജാ ഭയ്യയുടെ ഭരണം തുടങ്ങുന്നു എന്നും വലിയ ലിപികളിൽ അല്ലെങ്കിൽ വലിയ വലിയ അക്ഷരങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. പ്രതാപ്ഗഡ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഒരു സ്ഥലം. പണ്ട് കാലത്ത് രാജ ഭരണ പ്രദേശമായിരുന്ന ഈ സ്ഥലം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അച്ഛൻ രാജ ബജ്റംഗ് ബഹദൂർ സിംഗ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അതിനുശേഷം അദ്ദേഹം പിൽക്കാലത്ത് ഒരു ഫ്രീഡം ഫൈറ്ററും ആവുകയും പന്ത്നഗർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടർ വൈസ് ചാൻസലർ ആവുകയും പിൽക്കാലത്ത് ഹിമാചൽ ഗവർണറായും അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മക്കളില്ലാതിരുന്നുകൊണ്ട് ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. അവന് ഉദയ പ്രതാപ് സിംഗ് എന്ന പേര് നൽകുന്നു. ഡൂൺ സ്കൂളിൽ വിട്ട് അവനെ പഠിപ്പിക്കുന്നു. പിന്നെ വലിയ പ്രതാപത്തോടു കൂടെ അവിടെ ജീവിച്ച് പോരുന്നു. ഈ ഉദയ പ്രതാപ് സിംഗിന് ഒരു മകനുണ്ടാകുന്നു, രഘുരാജ് പ്രതാപ് സിംഗ്. പിൽക്കാലത്ത് അദ്ദേഹം രാജാ ഭയ്യ എന്നറിയപ്പെടാൻ തുടങ്ങി. ഉദയ പ്രതാപ് സിംഗിൻ്റെ കാലം മുതൽ തന്നെ അദ്ദേഹം ഒരു ഗുണ്ട നേതാവിനെ പോലെ തന്നെ വളർന്നു വരാൻ ശ്രമിച്ച ഹിസ്റ്ററി ഷീറ്റർ എന്ന് പറയും. അദ്ദേഹം നൊട്ടോറിയസ് ആയിട്ടുള്ള പല പല ആക്ടിവിറ്റികളിൽ ഇടപെടുകയും അത് രഘുരാജ് പ്രതാപ് സിംഗിലേക്ക് പിൽക്കാലത്ത് പകർന്നു കിട്ടുകയും ചെയ്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളൊക്കെ തുടർന്നുകൊണ്ടിരുന്നത്. ഈ ഉദയപ്രതാപ് സിംഗ് ഡൂൺ സ്കൂളിൽ പഠിച്ച ഒരു അന്ന് കാലത്തുള്ള വളരെ പ്രതാപശാലികളായിട്ടുള്ള രാജീവ് ഗാന്ധി അല്ലെങ്കിൽ അങ്ങനെ പോലുള്ള ആളുകളൊക്കെ പഠിച്ചിരുന്ന സ്കൂളാണ് ഡൂൺ സ്കൂൾ. അപ്പോൾ അവിടെ പഠിച്ച ഉദയപ്രതാപ് സിംഗ് തൻ്റെ മകനെ അവിടെ പഠിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. ഇദ്ദേഹം സാധാരണ സ്കൂളിൽ പഠിക്കട്ടെ, അവൻ അതുകൊണ്ട് തന്നെ എൻ്റെ പോലെ ആവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലഹബാദിലുള്ള ഒരു സ്കൂളിൽ ചേർത്തുന്നു. അവിടെ നിന്ന് തന്നെ പഠനം പൂർത്തിയാക്കി. പിന്നെ അദ്ദേഹം ഡിഗ്രി ബിരുദം എടുക്കുന്നു. അതിനുശേഷം ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമബിരുദവും കരസ്ഥമാക്കുന്നു. ചെറുപ്പം മുതലേ തന്നെ വളരെ ഒരു മസിൽ പവർ കാണിച്ചിരുന്ന ആൾ തന്നെയാണ് രഘുരാജ് പ്രതാപ് സിംഗ് അല്ലെങ്കിൽ രാജ ഭയ്യ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പണസമ്പാദനത്തിനായിട്ടോ മറ്റോ ആയിട്ടോ ഒരിക്കലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാറില്ല എന്നുള്ളതാണ്. മറ്റുള്ള ഗുണ്ടകളെ അപേക്ഷിച്ച് ആ ഒരു വ്യത്യാസം തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഒരിക്കലും അയാൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാറില്ല എന്നും പറയപ്പെടുന്നുണ്ട്. ഒരിക്കലും പോലീസോ ഭരണചക്രങ്ങളോ അദ്ദേഹത്തിന് പിന്നാലെ പോകാൻ ധൈര്യപ്പെടാറില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട മേഖലകൾ ഹോഴ്സ് റൈഡിങ്, കുതിരസവാരി, ഷൂട്ടിംഗ്, വെടിവയ്പ്പ് അതിൽ വളരെ താല്പര്യമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാഷനായിരുന്നു പൈലറ്റ് ആവുക, ഫ്ലൈറ്റ് പറപ്പിക്കുക. പിൽക്കാലത്ത് പറയുന്ന ആൾക്കപ്പോൾ പൈലറ്റ് ലൈസൻസ് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. പക്ഷേ പിൽക്കാലത്ത് ഒരു പ്ലെയിൻ ക്രാഷ് അദ്ദേഹത്തിൻ്റെ പ്രൊമിസസിൽ നടന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നു എന്നും ഇത് പറപ്പിച്ചിരുന്നത് ഉദയപ്രതാപ് സിംഗ് ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ശേഷം ഇദ്ദേഹം വളരെ ടെറർ വിതച്ചുകൊണ്ട് തന്നെയാണ്, വളരെ ഭീതി പരത്തിക്കൊണ്ട് തന്നെയാണ് ആ മേഖലയിൽ അദ്ദേഹം ആളുകളെ ഡീൽ ചെയ്തിരുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് കുണ്ട എന്ന് പറയുന്ന മേഖലയിൽ മത്സരിക്കുകയും അന്നു മുതൽ അദ്ദേഹത്തിന് എല്ലാ ഇലക്ഷനിലും അയാൾ ജയിച്ചു പോരും, എതിരാളികളില്ലാതെ ജയിച്ചു പോരും പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ മായാവതി ഒഴിച്ചുള്ള മറ്റുള്ള മന്ത്രിസഭകളിലൊക്കെ അദ്ദേഹം പലപ്പോഴായിട്ട് മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനോ ഭരണചക്രങ്ങൾക്കോ അയാളെ തൊടാൻ ഭയം തന്നെയായിരുന്നു. മായാവതി ഒരിക്കലും അദ്ദേഹമായിട്ട് ചേരാറില്ല. മായാവതിയെക്കുറിച്ച് എന്തോ അദ്ദേഹം അസഭ്യമായി പറഞ്ഞുവെന്നും അതുകൊണ്ട് മായാവതിക്ക് ഒരിക്കലും അയാളെ തൻ്റെ കൂടെ ചേർക്കാൻ കഴിയില്ല എന്നും പറഞ്ഞതായിട്ടും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഏകദേശം 5-6 പ്രാവശ്യം MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. പലപ്പോഴായിട്ട് മന്ത്രിയായിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നതിന് എതിരഭിപ്രായമോ അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുകയോ ചെയ്താൽ പിറ്റേ ദിവസം അദ്ദേഹത്തെ ആ പറയുന്ന ആളെ കാണാതാകുക പതിവായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിനോട് ചേർന്നിട്ട് ഒരു 600 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു തടാകമുണ്ടെന്നും അതിൽ മുതലകളെ വളർത്തുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരവസരത്തിൽ മന്ത്രിയായിരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു IAS സെക്രട്ടറി, IASകാരനായിട്ട് തെറ്റുകയും ഇയാൾ ഇഷ്ടപ്പെടാത്ത എന്തോ കാര്യം പറയുകയും അയാളെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പുറംലോകം കണ്ടിട്ടില്ല എന്നാണ്
എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ അപ്രത്യക്ഷമായി എന്നുള്ള ആർക്കും അറിയില്ല. പക്ഷെ പറയപ്പെടുന്നത്, അൺഒഫീഷ്യലായിട്ട് പറയപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ഈ IAS ഓഫീസറെ കൊലപ്പെടുത്തുകയും മുതലക്കുളത്തിൽ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം തെളിവ് നശിപ്പിച്ചിട്ടേ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരിക്കലും തെളിവ് കിട്ടാറില്ല, ശിക്ഷിക്കപ്പെടാറും ഇല്ല എന്ന് തന്നെ പറയാം. മുതലകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരിക്കലും മുതല തന്നെയാണ് നമ്മുടെ ഭൂമുഖത്തുള്ള ജീവികളിൽ ഏറ്റവും ദഹനശക്തി കൂടിയത്. അപ്പം എന്ത് സാധനം കഴിച്ചാലും അത് 24 മണിക്കൂറിനുള്ളിൽ ദഹിച്ച് അവശേഷിപ്പില്ലാതെ ഒരു തെളിവുകളും ഇല്ലാതെ അത് നശിച്ച് പോയിക്കോളും ഇയാൾക്ക് പറയാം. ഇയാൾക്ക് ഇവിടുന്ന് ഉപദേശം കിട്ടിയതാണെന്ന് തോന്നുന്നു. എല്ലുകൾ വരെ ദഹിച്ചു പോകാറുണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ പറയപ്പെടുന്നത് ആണി തിന്നാൽ പോലും മുതലയ്ക്ക് ദഹിക്കുമെന്നാണ് പറയപ്പെടുന്നത്. സയൻസ് അത് തെളിയിക്കട്ടെ. പിന്നീടൊരു അവസരത്തിൽ അദ്ദേഹം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആളുകളുമായിട്ട് എതിരഭിപ്രായം ഉണ്ടാവുകയും ഇദ്ദേഹത്തിൻ്റെ ഗ്യാങ്ങും നാട്ടുകാരുമായിട്ടുള്ള ഒരു റൈറ്റ് രൂപപ്പെടുകയും ചെയ്തു. അതിൽ അദ്ദേഹം ഏകദേശം അയാളുടെ കിങ്കരന്മാരും കൂടി 20ഓളം വീടുകൾക്ക് തീ വെച്ചെന്നും 4-5 ആളുകളെ ബലാത്സംഗത്തിനിരയായി അവിടെ സ്ത്രീകൾ എന്നാണ് പറയപ്പെടുന്നത്. ഇയാളുടെ കിങ്കരന്മാർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഒരാൾ പോലും മുന്നോട്ട് വന്ന് ധൈര്യപ്പെട്ടില്ല. ഒരു കുളത്തിൽ നിന്ന് കുറച്ച് വെള്ളം കോരി അത് കിടത്താനോ മറ്റുള്ളതിനൊന്നും മുതിർന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. അത്ര ഭയമായിരുന്നു ഇയാളെ ആളുകൾക്ക്. അപ്പോൾ അതിനുശേഷം തെളിവുകളുടെ അഭാവത്തിൽ കേസുകളൊന്നും നിലനിൽക്കാതെ പോവുകയും ഇയാൾ എപ്പോഴും കേസ് വന്നാൽ തന്നെ രക്ഷപ്പെട്ടു പോവുകയാണ് പതിവ്. ഇയാളുടെ എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അദ്ദേഹം അപ്രത്യക്ഷമാകുക പതിവായിരുന്നു. മായാവതിയുടെ ഭരണകാലത്ത് 2002 ഇദ്ദേഹം ഒരു പ്രാവശ്യം അറസ്റ്റിലാവുകയും BJP MLA പുരൺ സിംഗ് ഭണ്ഡാര എന്ന് പറയുന്ന ആള് കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ്, അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള കിഡ്നാപ്പിംഗ് അറ്റംപ്റ്റ് ആരോപിച്ചുകൊണ്ട് രാജാ ബയ്യയ്ക്ക് എതിരായിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയും മായാവതി, അദ്ദേഹത്തോട് ഇഷ്ടമില്ലാത്ത മായാവതി ഉടനെ തന്നെ അറസ്റ്റിന് ഓർഡർ കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരു കാലത്ത് ഇയാൾ ജയിൽ മന്ത്രിയായിരുന്ന, കഴിഞ്ഞ ടൈമിൽ അതിന് മുമ്പത്തെ ടൈമിൽ ജയിൽ മന്ത്രിയായിരുന്ന സമയത്തുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പറയപ്പെടുന്നത് ഇദ്ദേഹം ജയിലിൽ എത്തപ്പെട്ട കഴിഞ്ഞാൽ അവിടുത്തെ ജയിൽ അധികാരികൾ ഉടനെ ലീവ് എടുത്ത് പോവുക പതിവായിരുന്നു. ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യങ്ങൾ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഇയാൾ മന്ത്രിയായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ജീവനോടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും അന്ന് ആ ഭീതി സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പിൽക്കാലത്ത് അത് തെളിവൊന്നുമില്ലാതെ കേസ് തള്ളിപ്പോവുകയും അയാൾ എപ്പോഴും അങ്ങനെ തന്നെ രക്ഷപ്പെട്ടു പോവുകയും പതിവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കുണ്ട മേഖലയിലുള്ള ഒരു നർസിംഗ് ഗാവ് എന്ന് പറയുന്ന ഒരു ഗാവിലെ ഒരു സന്തോഷ് മിശ്ര ഇദ്ദേഹത്തിൻ്റെ വണ്ടിയായിട്ട് ഒരു ദിവസം ആക്സിഡൻ്റ് ആവുകയും അയാളുടെ സ്കൂട്ടർ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തട്ടുന്നൊരു അവസരം ഉണ്ടാവുകയും ചെയ്തു. ദേഷ്യം കൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും ഇയാളെ പിടിച്ച് ഇയാളുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഹവേലിയിലേക്ക് കൊണ്ടുപോയി അവിടെ അതിനുശേഷം ആരും ഈ സന്തോഷ് മിശ്രയെ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ ഏകദേശമായിട്ട് കേസ് വരികയും പിന്നീട് വലിയൊരു പ്രശ്നങ്ങളും ധർണകളൊക്കെ വന്നതിന് ശേഷം അന്വേഷണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കുളത്തിൽ നിന്നൊരു സ്കെൽട്ടൻ അല്ലെങ്കിൽ ഒരു അസ്ഥികൂടം കണ്ടെടുത്ത് വന്നു. അത് സന്തോഷ് മിശ്രയുടേതാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതും കേസ് എവിടെ എത്താതെ പോവുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് AK-47 അതുമാതിരി പല ആയുധങ്ങളും കണ്ടെടുക്കുകയും പോലീസിൻ്റെ തന്നെ 500-1000 ആളുകൾ ചെന്നിട്ടാണ് റെയ്ഡിന് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ചെയ്യാൻ കഴിഞ്ഞെന്ന് പറയപ്പെടുന്നുണ്ട്. ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് ഇത് കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലുള്ള റെയ്ഡ്, ഹവേലിയിലുള്ള റെയ്ഡും അതിനനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ പോട്ട ചാർജ് ഇദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തുകയും ജയിലിൽ പോവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വളരെ പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുകയും കേസ് എവിടെ എത്താതെ പോവുകയും പതിവ് തന്നെയാണ്. മന്ത്രിസഭ മാറുന്നതനുസരിച്ച് കേസ് തള്ളിപ്പോവുകയൊക്കെ പതിവ് തന്നെയാണ്. ഒരു സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി മേഖലയിൽ ഒരു ലോക്കൽ റൈറ്റ് ഉണ്ടാവുകയും ഇദ്ദേഹത്തിൻ്റെ ഗുണ്ടകളും ലോക്കൽസുമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയും കൊലപാതകങ്ങളും മറ്റും നടന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്നത്തെ കുണ്ട SSP ആയിരുന്ന സിയാവുൽ ഹക്ക് ഇതിൽ മുകളിൽ നിന്ന് ഓർഡർ കൊണ്ട് അദ്ദേഹം ഇടപെടുന്നു. പിന്നെ അത് കൂടുതൽ പോലീസ് എത്തിയപ്പോൾ കൂടുതൽ വയലൻസിലേക്ക് പോകുന്നു. പെട്ടെന്ന് തന്നെ അധികം പോലീസുകാരെ വരുത്തുന്നു. അപ്പോഴേക്കും ഈ സിയാവുൽ ഹക്കിനെ 3 വെടിയേറ്റിയിരുന്നു. അദ്ദേഹം ഉടനെ അവിടെ തന്നെ സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു. പിന്നീട് പറയുന്നത്, പോലീസ് വൃത്തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സർവീസ് റിവോൾവറിൽ നിന്ന് തന്നെയാണ് ഈ വെടിയുതിർത്തതെന്നും പക്ഷേ സർവീസ് റിവോൾവർ ഒരിക്കലും കണ്ടെടുക്കാൻ സാധിക്കാതെ പോവുകയുമായിരുന്നു. ഇത് രാജാ ബയ്യയുടെ ഡ്രൈവറായിരുന്ന ഗുഡ്ഡു സിംഗ് ആണ് ഇത് ചെയ്തതെന്നും ഗുഡ്ഡു സിംഗിനെ ചോദ്യം ചെയ്യലിൽ നിന്ന് തെളിവില്ലാതെ അത് പോവുകയും ചെയ്തു. പക്ഷേ
സിയാവുൽ ഹക്ക് SSPയുടെ വൈഫ് ഇത് കേസായിട്ട് മുന്നോട്ട് പോവുകയും പിന്നീട് രാജാബയ്യെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ലോവർ കോർട്ടും ഹൈക്കോർട്ടും അദ്ദേഹത്തെ വെറുതെ വിടുകയായിരുന്നു എന്നും പറയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കടന്നാൽ കാറുകൾ സ്റ്റാർട്ടിങ്ങിൽ ഓടിക്കാറില്ല എന്നുള്ളതാണ്. കെട്ടി വലിച്ചുകൊണ്ട് പോവുകയാണ് പതിവ്. അതെന്താണെന്നുള്ള ആർക്കും അറിയില്ല. അന്ധവിശ്വാസമാണോ എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണോ അതങ്ങനെ ചെയ്യുന്നത്? കൊട്ടാരത്തിൽ നിന്ന് പുറത്ത് ഗേറ്റ് കടന്നതിന് ശേഷം മാത്രമേ കാറുകൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഉള്ളിലേക്ക് ഗേറ്റ് കടന്നു കഴിഞ്ഞാലും ആളുകൾ തള്ളിക്കൊണ്ടുപോയി അല്ലെങ്കിൽ വലിച്ചു കൊണ്ടുപോവുകയാണ് പതിവ്. എന്താണ് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്ന് ആർക്കും ഇന്നും അറിയില്ല. രാജാബയ്യ ഇന്നും ഇലക്ഷനിൽ നിന്ന് ജയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പണത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കുറ്റകൃത്യം ചെയ്യാറില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പദവിക്ക് വേണ്ടിയാണ് അദ്ദേഹം രാജാബയ്യ അങ്ങനെ തൻ്റെ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇലക്ഷൻ നിൽക്കുന്നു, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നു, ജയിക്കുന്നു. മായാവതി ഒഴിച്ചുള്ള ആരുടെ ഭരണം വന്നാലും അദ്ദേഹം അതിൽ മന്ത്രി ആയിട്ട് വരാറുണ്ട് എന്ന് പറയപ്പെടുന്നു. പല അവസരങ്ങളിലും, എല്ലാ മന്ത്രിസഭയിലും വന്നില്ലെങ്കിലും പല അവസരങ്ങളിലും ഇയാൾ മന്ത്രിയായിട്ട് വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തേരോട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് ലൈക്ക്, share and subscribe. Thank you very much.